ഇന്നത്തെ വീഡിയോ കേരള സിലബസ് 9ാം ക്ലാസ്സിലെ കെമിസ്ട്രി രണ്ടാമത്തെ ചാപ്റ്റർ പീരിയോഡിക് ടേബിൾ അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻ മുമ്പത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 രണ്ടാമത്തെ വീഡിയോ ആണ്. ടെക്സ്റ്റിലെ കുറച്ച് ക്വസ്റ്റ്യൻസ്. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ ഫാമിലീസ് ഇൻക്ലൂഡഡ് ഇൻ മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ്? പീരിയോഡിക് ടേബിളിൽ മെയിൻ ഗ്രൂപ്പിൽ പെടുന്ന ഫാമിലീസ് ഏതൊക്കെ? മെയിൻ ഗ്രൂപ്പിൽ പെടുന്ന ഫാമിലീസ് ആണ് ആൽക്കലി മെറ്റൽസ്, ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്, ബോറോൺ ഫാമിലി, കാർബൺ ഫാമിലി, നൈട്രജൻ ഫാമിലി, ഓക്സിജൻ ഫാമിലി, പിന്നെ ഹാലജൻസ് ആൻഡ് നോബിൾ ഗ്യാസസ്. ഇൻ വിച്ച് ഗ്രൂപ്പ്സ് ആർ മെറ്റലോയിഡ്സ് പ്രസൻറ്റ്? മെറ്റലോയിഡ്സ് ഏത് ഗ്രൂപ്പിലാണുള്ളത്? മെറ്റലോയിഡ്സ് ഉള്ളത് ഗ്രൂപ്പ് 14ലും 15ലുമാണ്. സിലിക്കൺ ആൻഡ് ജെർമേനിയം, സിലിക്കണും ജെർമേനിയവും 14ാം ഗ്രൂപ്പിലും ആർസനിക്കും ആൻറ്റിമണിയും 15ാമത്തെ ഗ്രൂപ്പിലും ഉണ്ട്. അതാണ് മെറ്റലോയിഡ്സ്. ഇനി നമുക്കൊരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാണ്ട്. ഹൗ ടു ഫൈൻഡ് ദ ഗ്രൂപ്പ് നമ്പർ ഓഫ് മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ്. ഇവിടെ ടേബിളിൽ കുറച്ച് എലമെൻറ്റ്സ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ആദ്യം ലിഥിയം, സിമ്പിൾ Li, ആറ്റോമിക് നമ്പർ 3, ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 2 1 ഔട്ടർ മോസ്റ്റ് ഒരു ഇലക്ട്രോൺ. ലിഥിയം ഉള്ളത് ഫസ്റ്റ് ഗ്രൂപ്പിലാണ്, ഗ്രൂപ്പ് നമ്പർ 1. അത് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. അടുത്ത് സോഡിയം. സോഡിയം ലിഥിയത്തിൻ്റെ തൊട്ട് താഴെ. ആറ്റോമിക് നമ്പർ, സോഡിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ 11. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 2 8. അപ്പോൾ 2 8 10 10 പിന്നെ 1 2 8 1. ഔട്ടർ മോസ്റ്റ് ഒരു ഇലക്ട്രോൺ, ഗ്രൂപ്പ് നമ്പർ 1 തന്നെ. അടുത്ത് പൊട്ടാസ്യം. പൊട്ടാസ്യത്തിൻ്റെ സിമ്പിൾ K, ആറ്റോമിക് നമ്പർ 19 2 8 8 1. ഇനി ബെർലിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ 4. വരുമ്പോൾ 2, അടുത്ത ഗ്രൂപ്പിലും 2. ഇനി മഗ്നീഷ്യത്തിൻ്റെ Mg, ആറ്റോമിക് നമ്പർ 12 വരുമ്പോൾ 2 8 2 തൊട്ട് 10 ഇനി 2. അടുത്തത് കാൽസ്യം Ca ആണ്, ആറ്റോമിക് നമ്പർ 20 2 8 8 2. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ. പുറത്ത് തന്നെ നോക്കുക, ഇവിടെ 2 ഔട്ടർ മോസ്റ്റ് രണ്ടാമത്തെ ഗ്രൂപ്പാണ്. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെൽ ഇലക്ട്രോണുകളുടെ എണ്ണം 2, ഗ്രൂപ്പ് നമ്പർ 2. എൻ്റെ താഴെ ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് ആൻഡ് ഗ്രൂപ്പ് നമ്പർ ഹിയർ? ഇവിടെ ഗ്രൂപ്പ് നമ്പറും ഔട്ടർ മോസ്റ്റ് ഷെൽ ഇലക്ട്രോണുകളുടെ എണ്ണവും അത് സെയിം ആണ്. ഗ്രൂപ്പ് നമ്പറും ഔട്ടർ മോസ്റ്റ് ഷെൽ ഇലക്ട്രോണുകളുടെ എണ്ണവും സെയിം ആണ്. ഇനി അടുത്തൊരു ടേബിൾ ഉണ്ട്. ലെറ്റ് us examine whether group 13 to 18 follow the same relation. കംപ്ലീറ്റ് ടേബിൾ 2.5 നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ബോറോണിൻ്റെ കംപ്ലീറ്റ് ആണ്. നെയിം ഓഫ് എലമെൻറ്റ് ബോറോൺ, സിമ്പിൾ B, ആറ്റോമിക് നമ്പർ 5, ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 2 3, നമ്പർ ഓഫ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ 3, ഗ്രൂപ്പ് നമ്പർ 13. ഇനി കാർബണിൻ്റെ സിമ്പിൾ C, ആറ്റോമിക് നമ്പർ 6, ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഷെല്ല് 2 ഇലക്ട്രോൺ 2 4, 4 2 6. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ 4, ഗ്രൂപ്പ് നമ്പർ 14. നൈട്രജൻ സിമ്പിൾ N, ആറ്റോമിക് നമ്പർ 7, അത് 2 5, ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ 5, ഗ്രൂപ്പ് നമ്പർ 15. ഓക്സിജൻ സിമ്പിൾ O, ആറ്റോമിക് നമ്പർ 8, അപ്പോൾ 2 6 2 6 8. നമ്പർ ഓഫ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് 6 ഇലക്ട്രോൺസ്. അതുപോലെ ഗ്രൂപ്പ് നമ്പർ 16. ഫ്ലൂറിൻ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 2 7 7 2 9, ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് 7 എണ്ണം, ഗ്രൂപ്പ് നമ്പർ 17. അടുത്ത ടേബിൾ, കംപ്ലീറ്റ് ടേബിൾ 2.7 വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ പീരിയോഡിക് ടേബിൾ. നെയിം ഓഫ് ദ എലമെൻ്റ് ഉണ്ട് തന്നിട്ടുണ്ട്, സിമ്പിൾ തന്നിട്ടുണ്ട്, ആറ്റോമിക് നമ്പറിൽ കുറച്ച് ഫില്ല് ചെയ്യാനുണ്ട്, ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഉണ്ട്, നമ്പർ ഓഫ് ഷെൽസ് ഉണ്ട്, പീരീഡ് നമ്പർ ഉണ്ട്. ഇദ്ദേഹം കംപ്ലീറ്റ് ചെയ്യുന്നു. പറ്റുമെങ്കിൽ ടെക്സ്റ്റിലെ പീരിയോഡിക് ടേബിൾ തുറന്ന് മുന്നിൽ വെക്കുകയാണെങ്കിൽ, ഇപ്പം രണ്ടും കൂടെ ഒരുമിച്ച് പീരിയോഡിക് ടേബിൾ കൂടെ സ്ക്രീനിൽ കാണിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് പീരിയോഡിക് ടേബിൾ തുറന്ന് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇത് മനസ്സിലാവും. അപ്പോൾ ഓരോന്നും നമ്പർ എഴുതുമ്പോൾ പീരിയോഡിക് ടേബിൾ അതിൻ്റെ പൊസിഷൻ എന്താണെന്നും കൂടെ ഒന്ന് നോക്കി മനസ്സിലാക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഹൈഡ്രജൻ്റെ പൊസിഷൻ ഫസ്റ്റ് ഗ്രൂപ്പാണ്, ഏറ്റവും ലെഫ്റ്റ് സൈഡിലാണ്, ആറ്റോമിക് നമ്പർ 1 ആണ്. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ
ഒന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 1 ആണ് നമ്പർ ഓഫ് ഷെൽസ്. ഫസ്റ്റ് ഷെല്ലിലാണ് ഇലക്ട്രോൺ, ഒരു ഇലക്ട്രോണേ ഉള്ളൂ, അത് 1 ആണ്. പീരീഡ് നമ്പർ 1 ആണ്. ഇനി ഹീലിയം ഏറ്റവും റൈറ്റ് സൈഡിൽ 18ാമത്തെ ഗ്രൂപ്പിൽ അങ്ങോട്ട് മാറിയിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് പറഞ്ഞാൽ പെട്ടെന്ന് ഇത് മനസ്സിലാക്കണമെങ്കിൽ പീരിയോഡ് ടേബിൾ മുന്നിൽ ഉണ്ടെങ്കിൽ എളുപ്പമായിരിക്കും. ആറ്റോമിക് നമ്പർ 2 ആണ്, അത് തന്നിട്ടുണ്ട്. ഇനി ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഷെല്ലാണ്, അതിൽ 2 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ 2 എണ്ണമാണ് അവിടെ ഉണ്ടാവുക. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നമുക്ക് 2 എന്ന് എഴുതാം. 2 നമ്പർ ഓഫ് ഷെൽസ്, ഒരു ഷെല്ലേ ഉള്ളൂ, അപ്പോൾ 2 ആണ്. പീരീഡ് നമ്പർ ഒന്നാമത്തെ ഷെല്ലിൽ തന്നെയാണുള്ളത്. അപ്പം ഷെൽ നമ്പറും പീരീഡ് നമ്പറും ഒന്ന് തന്നെ ആയിരിക്കും എന്ന് ഓർക്കുക. അപ്പോൾ പീരീഡ് നമ്പർ ഇവിടെ 1. ഇനി ലിഥിയം വരുന്ന ഏറ്റവും ലെഫ്റ്റ് സൈഡിലാണ്. ആറ്റോമിക് നമ്പർ ലിഥിയത്തിൻ്റെ 3. അപ്പോൾ മാത്രമല്ല ഇത് രണ്ടാമത്തെ പീരീഡിലായിരിക്കും ഉണ്ടാവുക. ആദ്യത്തെ ആറ്റോമിക് നമ്പർ 3 എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ വന്നു. അപ്പോൾ ആ ഷെല്ല് അവിടെ കൊണ്ട് കംപ്ലീറ്റ് ആയി. പിന്നെ രണ്ടാമത്തെ ഷെല്ല് വന്നാലാണ്, അതായത് 2, 1 ആയിരിക്കും ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. ഇപ്പോൾ രണ്ടാമത്തെ ഷെല്ല് വന്നാലാണ് ഔട്ടർമോസ്റ്റ് ഷെല്ല്, അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ല്, അതിലൊരു ഇലക്ട്രോൺ ഉണ്ടാവും. അപ്പോൾ 2 ഷെല്ല് വേണം എന്നുറപ്പായി. അപ്പോൾ നമ്പർ ഓഫ് ഷെൽസ് 2, പീരീഡ് നമ്പർ ഷെൽ നമ്പറും ഒന്ന് തന്നെയാണെന്ന് ഞാൻ പറഞ്ഞു നേരത്തെ. അപ്പോൾ പീരീഡ് നമ്പർ 2 ആണ്. അതായത് ലിഥിയം ഹൈഡ്രജൻ്റെ തൊട്ട് താഴെയാണ് കിടക്കുന്നത് രണ്ടാമത്തെ പീരീഡിൽ. ഇനി ബെറിലിയം, ലിഥിയം കഴിഞ്ഞിട്ട് തൊട്ടടുത്തത്, ലിഥിയത്തിൻ്റെ റൈറ്റ് സൈഡിൽ രണ്ടാമത്തെ പീരീഡിൽ വരുന്ന സാധനം. അപ്പോൾ അതിൻ്റെ ആറ്റോമിക് നമ്പർ 4 ആണ്. 4 ആകുമ്പോൾ ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ടെങ്കിലും ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, പിന്നത്തെ ഷെല്ലിൽ ഇവിടെ നമുക്ക് ലിഥിയത്തിന് 1 ആയിരുന്നു കിട്ടിയത്, 1 അതിൻ്റെ കൂടെ 1 കൂടെ, അങ്ങനെ 2, 2 ആണ്. നമ്പർ ഓഫ് ഷെൽസ് അതിവിടെയും 2 തന്നെയായിരിക്കും. പീരീഡ് നമ്പർ 2 തന്നിട്ടുണ്ട്. ഇനി സോഡിയത്തിന് ആറ്റോമിക് നമ്പർ 11 ആണ്. അത് ഈ ലിഥിയത്തിൻ്റെ താഴെയാണ് ഈ സോഡിയം വരിക. ആറ്റോമിക് നമ്പർ 11. അപ്പോൾ ഒരു ഷെല്ലും കൂടെ കഴിഞ്ഞിട്ടാണ് 2, 8 എന്നൊരു ഷെല്ലോടെ വരും. അതിനുശേഷം മൂന്നാമത്തെ ഷെല്ലിലാണ് ഈ സോഡിയം വരിക. അപ്പോൾ 2, 8 ആദ്യത്തെ ഷെല്ല് 2 കംപ്ലീറ്റ് ആയി, രണ്ടാമത്തെ ഷെല്ല് 8 കൊണ്ട് കംപ്ലീറ്റ് ആയി. ഇനി മൂന്നാമത്തെ ഷെല്ലിൽ 1, അപ്പോൾ 2, 8, 10, 1 ഈ 11 കിട്ടണം. അപ്പോൾ 2, 8, 1 ആണ് സോഡിയത്തിൻ്റെ കോൺഫിഗറേഷൻ. നമ്പർ ഓഫ് ഷെൽസ് അപ്പോൾ 3 ആണ് നമുക്കറിയാം. ഇതൊക്കെ നോക്കാൻ ഇപ്പോൾ 2, 8, 1 വന്നാൽ പിന്നെ എന്തായിരിക്കും, 3 ഷെല്ല് ഉണ്ടാവും. 1, 2, 3 എന്നെണ്ണിയാലും കുഴപ്പമില്ല. 3 ഷെല്ല് 3 ആയതുകൊണ്ട് തന്നെ പീരീഡ് നമ്പർ 3 ആയിരിക്കും. ഇനി മഗ്നീഷ്യം ഇവിടെ വേറെ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ടേബിളിലൊന്നും വെച്ച് എഴുതാൻ പറ്റില്ല. അപ്പോൾ പീരിയോഡ് ടേബിൾ നമ്മൾ നോക്കണം. പീരിയോഡ് ടേബിൾ നോക്കിയാൽ മഗ്നീഷ്യത്തിൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് നോക്കുക. മഗ്നീഷ്യത്തിൻ്റെ ആറ്റോമിക് നമ്പർ 12 ആണ്. അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം കിട്ടും. കാരണം ഇത് 12 ആണെന്ന് കിട്ടിയ സോഡിയം 11 ആണ്. അപ്പോൾ സോഡിയത്തിനോട് ചേർന്നിട്ട് സോഡിയത്തിൻ്റെ റൈറ്റ് സൈഡിലായിരിക്കും മഗ്നീഷ്യം ഉണ്ടാവുക. അപ്പോൾ 12 ആണ്. അപ്പോൾ പിന്നെ നമുക്ക് എഴുതാൻ ഒന്നും അല്ല, 2, 8 ഇവിടെ 11-ന് 1 ആണെങ്കിൽ അവിടെ ഒരു ഇലക്ട്രോണോടെ കൂടും. അപ്പോൾ 2, 8, 2 ഇതാണ് മഗ്നീഷ്യം. അപ്പോൾ 1, 2, 3 ഷെല്ലുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് ഷെൽസ് 3, അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് പീരീഡ് നമ്പറും 3. പിന്നെ പൊട്ടാസ്യത്തിൻ്റെ സിമ്പിൾ K. ആറ്റോമിക് നമ്പർ നമുക്ക് അറിയത്തില്ല, പക്ഷേ ഇവിടെ നമുക്കൊരു ക്ലൂ തന്നിട്ടുണ്ട്. 2, 8, 8, 1 എന്നുണ്ട്. ഇത് കൂട്ടിയാൽ കിട്ടുന്നതായിരിക്കും ആറ്റോമിക് നമ്പർ. അപ്പോൾ 8, 2, 10, 8, 18, 1, 19. പീരിയോഡ് ടേബിൾ നോക്കിയില്ലെങ്കിൽ നമുക്കിവിടെ ഈ ഒരു ക്ലൂ വെച്ചിട്ട് നമുക്ക് 19 എന്ന് എടുക്കാൻ പറ്റും. ഇനി നമ്പർ ഓഫ് ഷെൽസ് കാണാൻ വേണ്ടിയിട്ട് 2, 8, 8, 1 അപ്പോൾ 4 ഷെല്ലുണ്ട്. ഒന്നും ആലോചിക്കാണ്ട് 4 എന്ന് എഴുതാം. ഇല്ലെങ്കിൽ ഇവിടെ പീരീഡ് നമ്പർ 4 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് ഷെൽസ് 4 തന്നെ ആയിരിക്കും. ഇനി കാൽസ്യത്തിന് സിമ്പിൾ CA. ആറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട് 20 ആണ്. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട് 2, 8, 8, 2 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് എഴുതാം 2, 8, 8, 2. അപ്പോൾ നമ്പർ ഓഫ് ഷെൽസ് 4, അതുപോലെ പീരീഡ് നമ്പർ 4. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഇങ്ങനെ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യും. നമ്മുടെ ലെക്ചർ അസസിൽ അവസാനത്തെ എക്സസൈസിൽ ഇങ്ങനെ കുറച്ച് ടേബിളായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ടേബിളിൽ എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ കറക്റ്റ് ഇതിൻ്റെ പേരൊന്നും തരില്ല. പകരം ABCD HY അങ്ങനെ എന്തെങ്കിലുമൊക്കെ സിമ്പിൾ ഉണ്ടാവുള്ളൂ. കറക്റ്റുള്ള പേര് അല്ല തരുക. അപ്പോൾ നമ്മൾ പീരിയോഡ് ടേബിളിൻ്റെ ഏകദേശം പൊസിഷൻ എവിടെയാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ തരും.
നമുക്കെല്ലാം കംപ്ലീറ്റ് ചെയ്യാനുള്ള ക്ലൂ അതിനകത്തുണ്ടാവും. അപ്പോൾ ഇവിടെ തന്നെ ഈ ക്വസ്റ്റിനകത്ത് നമുക്കിവിടെ ഹീലിയം നോക്കാം. ഹീലിയത്തിന് 2 എന്ന് പറഞ്ഞിട്ടുണ്ട് ആറ്റോമിക് നമ്പർ. അപ്പോൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 1, 2 നമുക്ക് ഈ 2 എന്നുള്ളതിനകത്ത് നിന്നും നമുക്ക് ഈ 2 എഴുതാൻ പറ്റും. ബാക്കി ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെ പീരീഡ് നമ്പർ എന്ന് പറയുമ്പോൾ ആറ്റോമിക് നമ്പർ 2 ആകുമ്പോൾ ഒരു ഷെല്ലേ ഉള്ളെന്ന് വിചാരിക്കുക. പീരീഡ് നമ്പർ 1 ആണ്. അതുപോലെ ലിഥിയത്തിന് 3 തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോണേ പറ്റുള്ളൂ എന്ന് നമുക്കറിയാമെങ്കിൽ അറിയാമല്ലോ. അപ്പോൾ അതിനകത്ത് നിന്നും 2 എഴുതി, പിന്നെ 1 വരണമെങ്കിൽ 2ഉം 1ഉം ആണല്ലോ 3. അപ്പോൾ ഈ 1 വരണമെങ്കിൽ അത് അടുത്ത ഷെല്ലിലേ പറ്റുള്ളൂ. അപ്പോൾ കോൺഫിഗറേഷൻ നമുക്ക് 2, 1 എന്ന് എഴുതാം. പിന്നെ നമ്പർ ഓഫ് ഷെൽസ്, അപ്പോൾ നമുക്ക് 2 ഇവിടെ വന്നു. ഇത് എണ്ണിയാൽ തന്നെ നമുക്ക് 2 എന്ന് കിട്ടും, ആൻസർ കിട്ടി. ഇവിടുത്തെ ആൻസർ നമുക്ക് കിട്ടി. പിന്നെ പീരീഡ് നമ്പറും ഷെൽ നമ്പറും 1 തന്നെ ആയിരിക്കും, അത് ഓർത്ത് വെക്കുക. അതാ ഇവിടെ ഈ 2 കോളം നോക്കുക. ഇവിടുത്തെ അതേ വാല്യൂ ആണ് ഇപ്പുറത്തും വന്നിരിക്കുന്നത്. കാരണം ഓരോ ഷെല്ലും കൂടി വരുമ്പോൾ നമ്മൾ പീരിയോഡ് ടേബിളിൽ പീരീഡ് നമ്പർ താഴേക്ക് വന്നുകൊണ്ടിരിക്കും. ഷെല്ലുകളുടെ എണ്ണം കൂടുമ്പോഴാണ് പീരീഡിൻ്റെ എണ്ണം കൂടുക. അപ്പോൾ ആദ്യത്തെ ഷെല്ല് ഹൈഡ്രജൻ ഹീലിയം മാത്രമുള്ള 1ാമത്തെ ഷെല്ല് അത് 1ാമത്തെ പീരീഡാണ്. ഇനി നമ്മുടെ ഹീലിയം ഹൈഡ്രജൻ അത് കഴിഞ്ഞു. ഇനി ലിഥിയം മുതൽ തുടങ്ങുന്ന ലിഥിയം മുതൽ അവിടെ 10ാമത്തെ, അതായത് നിയോൺ വരെ വരുന്നത് 2ാമത്തെ ഷെല്ലായിരിക്കും. കാരണം 2 കഴിഞ്ഞിട്ട് പിന്നെ 8 ആണ്. അപ്പോൾ 8 കൊണ്ട് 10 ഇലക്ട്രോൺ വരെ വരുന്ന, അതായത് നിയോൺ വരെ വരുന്ന, പീരിയോഡ് ടേബിൾ നോക്കിയാൽ കൃത്യത മനസ്സിലാവും. നിയോൺ വരെ വരുന്നത് അവിടെ 2 ഷെല്ലായിരിക്കും. അത് 2ാമത്തെ പീരീഡ് കൊണ്ട് തീർന്നു. പീരീഡ് നമ്പർ 2 ആണ് അവിടെ, ലിഥിയം അടക്കം, ലിഥിയം മുതൽ അവിടെ വരെ. ഇനി ഈ ബെർലിയം വരുന്നതും ഈ ലിഥിയത്തിൻ്റെ തൊട്ട് ചേർന്ന 3, 4. അപ്പോൾ 4ാമത്തെ വരുമ്പോൾ ബെർലിയത്തിനോട് ചേർന്ന്, അതായത് അതിൻ്റെ തൊട്ടടുത്ത നമ്പർ റൈറ്റ് സൈഡിൽ ബെർലിയം വരും. ആറ്റോമിക് നമ്പർ 4 ആണ്. 4 ലിഥിയത്തിൽ തന്നെ നമുക്ക് 2 ഷെല്ല് വന്നിട്ടുണ്ട്. അപ്പോൾ 2ഉം 2, 1 എന്നുള്ള 2, 2 എന്നായി. ഒരെണ്ണം കൂടെ കൂടി. അതും എവിടെയായിരിക്കും? നമ്പർ ഓഫ് ഷെൽസ് 2 ഉള്ളൂ, പീരീഡ് നമ്പർ 2 ആയിരിക്കും. അതുപോലെ സോഡിയം വരുമ്പോൾ സോഡിയത്തിന് ആറ്റോമിക് നമ്പർ 11 ആണ്. അപ്പോൾ 2ഉം 8ഉം കഴിഞ്ഞു. അതായത് ആ ഷെല്ല് 2 ഷെല്ല് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് 3ാമത്തെ ഷെല്ല് എടുത്തേ പറ്റുള്ളൂ. അപ്പോൾ 2, 8ഉം കഴിഞ്ഞിട്ട് 3ാമത്തെ ഷെല്ലിൽ 1. അപ്പോൾ 2, 8, 1 ഇവിടെ 3 വന്നു. അപ്പോൾ ഷെൽ നമ്പർ 3, പീരീഡ് നമ്പർ 3 തന്നെ ആയിരിക്കുമല്ലോ. വീണ്ടും പറയുന്നില്ല. ഷെൽ നമ്പർ 3, പീരീഡ് നമ്പർ 3. ഇനി മഗ്നീഷ്യം വന്നപ്പം ഈ ലിഥിയവും ബെർലിയം വന്ന അതുപോലെ തന്നെയാണ് ഇവിടെ വന്നേക്കുന്നത്. സോഡിയം കഴിഞ്ഞു, അടുത്ത് മഗ്നീഷ്യം. അത് 11, 12. അപ്പോൾ 2, 8, 1 എന്നുള്ളത് 2, 8, 2 എന്നായി. അപ്പോൾ 1, 2, 3 എണ്ണം ഉണ്ട്. നമ്പർ ഓഫ് ഷെൽസ് 3 ആയി, പീരീഡ് 3 ആയി. പൊട്ടാസ്യം വന്നപ്പോൾ വീണ്ടും ഒന്നുകൂടി താഴേക്ക് വന്നു. അതിവിടെ കൊടുത്തിട്ടുണ്ട് 2, 8, 8, 1 എന്നുള്ള കാര്യം. അത് നമുക്ക് മനസ്സിലാക്കാനുള്ള ക്ലൂ തന്നെയാണ്. 2, 8, 8 എന്ന് പറയുമ്പോൾ 4 ഷെല്ലായി. അപ്പോൾ ഷെൽ നമ്പർ 4, പീരീഡ് നമ്പർ 4 നമുക്ക് ഓക്കെ ആയി. അപ്പോൾ 2, 8, 8, 1 ആണ് ഇതിൻ്റെ കോൺഫിഗറേഷൻ. തന്നാൽ പിന്നെ ആറ്റോമിക് നമ്പർ കാണാൻ ഒരു പണിയില്ല. 2, 8, 10, 2, 8, 10, 10, 8, 18, 18, 1, 19. ആറ്റോമിക് നമ്പർ 19 കിട്ടി. അത് പീരിയോഡ് ടേബിൾ ഇല്ലെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ കാൽസ്യത്തിൻ്റെ എല്ലാം തന്നിട്ടുണ്ട്. 20 ആണ് തന്നിട്ടുണ്ട്, കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ 1, 2, 3, 4 ഇവിടെ 4 എഴുതും, 4 എഴുതും. അത്രയും സിമ്പിളാണ്. അപ്പോൾ ഏറ്റവും ചെയ്യേണ്ടത് പീരിയോഡിക് ടേബിൾ ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ പീരിയോഡിക് ടേബിൾ ഒന്ന് എടുത്തു വെക്കുക. അപ്പോൾ പീരിയോഡിക് ടേബിൾ ഓരോ ഗ്രൂപ്പിലും ഓരോ പീരീഡിലും വന്നേക്കുന്ന സാധനം എവിടെയൊക്കെയാണെന്നൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. മനസ്സിൽ എപ്പോഴും നമ്മൾ ഒരു പീരിയോഡിക് ടേബിളിലെ പിക്ചർ മനസ്സിലുണ്ടാവും. പിന്നെ ബാക്കി കണക്കുകളൊന്നും ഒരു വിഷമവുമല്ല. നമുക്ക് എക്സാമിന് ചെയ്യാൻ വേണ്ടിയുള്ള ക്ലൂ എല്ലാം അതിനകത്ത് ഉണ്ടാവും. പീരിയോഡിക് ടേബിൾ ആദ്യം ഓർത്ത് വെക്കേണ്ടത് തുടങ്ങുന്നത് ഫസ്റ്റ് ഗ്രൂപ്പ് ആൽക്കലി മെറ്റൽസ്, ഫസ്റ്റ് ഗ്രൂപ്പ് ഓർമ്മ വേണം. അതുപോലെ ലാസ്റ്റ് 18ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന നോബിൾ ഗ്യാസസ്, ആ സാധനം ഓർമ്മ വേണം. കഴിഞ്ഞ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ലാസ്റ്റ് എഫ് ബ്ലോക്ക് എന്നൊരു സാധനമുണ്ട്. അവസാനം കുറച്ചെണ്ണം പുറത്ത് കിടപ്പുണ്ട്. അതിൻ്റെ ആറ്റോമിക് നമ്പർ എങ്ങനെയാണ് മാറുന്നത് എന്ന് കഴിഞ്ഞ വീഡിയോ നോക്കിയാൽ അറിയാം. അത് ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം, ഈ വീഡിയോയ്ക്കകത്ത് ഇട്ടേക്കാം. അതൊന്ന് കണ്ടു നോക്കാം. അപ്പം അവിടെ അവസാനം ലാസ്റ്റ് 2 ഗ്രൂപ്പിനകത്തു നിന്നും കുറച്ചെണ്ണം പുറത്ത് കിടപ്പുണ്ട്. ആ പ്രത്യേകത കൊണ്ടൊന്ന് മനസ്സിലാക്കുക. പീരിയോഡിക് ടേബിൾ ഒന്ന് നോക്കി മനസ്സിൽ വെച്ചാൽ ഈ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ടെക്സ്റ്റ് തുറന്ന് പീരിയോഡിക് ടേബിൾ ഒന്ന് നോക്കി വെച്ചിട്ട് ഇതെങ്ങനെയാണ് ഫില്ല് ചെയ്ത് എന്നൊന്ന് നോക്കുക. ഇതിൽ പ്രത്യേകിച്ച് ഒരുപാട് പീരിയോഡിക് ടേബിളിനെ കുറിച്ച് യാതൊരു അറിവില്ലെങ്കിലും പീരിയോഡിക് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഫില്ല് ചെയ്യുന്ന വളരെ സിമ്പിളാണ്. അപ്പോൾ അത് നോക്കിയിട്ട്
വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് പീരിയോഡ് ടേബിളും കൂടെ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടില്ല വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പീരിയോഡ് ടേബിളും കൂടെ തുറന്ന് നോക്കുക. എന്നിട്ട് ഈ പ്രത്യേകതകൾ മനസ്സിലാക്കിയാൽ ഈ സാധനം ഇപ്പം തന്നെ പഠിച്ചു കഴിയും. അതിനുവേണ്ടി ഇനി ഇരുന്ന് പീരിയോഡ് ടേബിളിൻ്റെ ബാക്കി ഇതൊന്നും ഫില്ല് ചെയ്യാൻ വേണ്ടി വെറുതെ ഇരുന്ന് പഠിക്കേണ്ട കാര്യമില്ല. ഇതിപ്പം തന്നെ മനസ്സിൽ ഉറപ്പിക്കാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലും ഇനി കുറച്ച് ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നോബൽ ഗ്യാസിനെ കുറിച്ച് പറയാനുണ്ട് അടുത്ത കാര്യം. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്, ചെയ്ത് തീർന്നിട്ടില്ല. ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്യാമെന്ന് കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു. അപ്പോൾ ടെക്സ്റ്റിലെ കുറച്ച് ടേബിളുകളെല്ലാം കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം വേണം ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതുകൊണ്ട് നിർത്തുവാണ്, അല്ലെങ്കിൽ വല്ലാണ്ട് നീണ്ടുപോകും, ബോറടിക്കും. ഇത് നിർത്തുന്നു. അപ്പോൾ പീരിയോഡ് ടേബിൾ നോക്കിക്കൊണ്ട് തന്നെ ഇത് കാണണം. ഇനി ബാക്കിയുള്ള അടുത്ത വീഡിയോയിൽ നോബൽ ഗ്യാസ് മുതൽ ബാക്കിയുള്ള കാര്യങ്ങളും പിന്നെയുള്ള ടെക്സ്റ്റിലെ എക്സസൈസിലെ കുറച്ച് ക്വസ്റ്റ്യൻസും അത് അടുത്ത വീഡിയോയിൽ ചെയ്യാം.